ഓം ശാന്തി. ഞാൻ ഭൃകുടി മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവാണ്. ഞാൻ അതിഭാഗ്യശാലി ആത്മാവാണ്. കാരണം എന്നെ പാലിക്കുന്നതും എനിക്ക് വരദാനം നൽകുന്നതും എന്നെ പഠിപ്പിക്കുന്നതും സ്വയം പരമാത്മാവാണ്. സർവശക്തിവാനായ പരമാത്മാവ് സദാ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും എവിടെ പോകുമ്പോഴും എൻ്റെ ഓരോ കാര്യത്തിലും പ്രിയപ്പെട്ട ബാബ എനിക്ക് കൂട്ടു നൽകുന്നു. വീട്ടിലും ഓഫീസിലും ബിസിനസ്സിലും സേവനത്തിലും എൻ്റെ ഓരോ കാര്യത്തിലും ബാബയാണ് അധികാരി. ഞാൻ കേവലം ഒരു ട്രസ്റ്റി മാത്രമാണ്, സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. ബാബ തന്നെയാണ് എൻ്റെ ഡയറക്ടറും ബോസും. ആഹാ എൻ്റെ ബാബ, അഥവാ ഞാൻ എപ്പോഴെങ്കിലും ഉദാസീനമാകുകയാണെങ്കിൽ അങ്ങ് എൻ്റെ ഫ്രണ്ടായി മാറി എന്നെ സന്തോഷിപ്പിക്കുന്നു. എൻ്റെ പ്രേമത്തിൻ്റെ കണ്ണുനീരിനെ ബാബ അങ്ങ് ഹൃദയത്തിൻ്റെ ഡബ്ബയിൽ മുത്തുപോലെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നു. അങ്ങയോട് ഞാൻ പിണങ്ങി പോകുകയാണെങ്കിലും ബാബ ഓരോ ചുവടിലും അങ്ങ് എന്നെ സമാധാനിപ്പിച്ച് ബാബയുടെ കൂടെ വയ്ക്കുന്നു. ബാബ ഓരോ ചുവടിലും അങ്ങ് എനിക്ക് ധൈര്യം നൽകുന്നു. കുഞ്ഞെ, എന്ത് സംഭവിച്ചാലും അത് കഴിഞ്ഞുപോയി, അതിനെ മറക്കൂ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് സ്വയത്തെ സമാധാനിപ്പിക്കും. ഞാൻ അതിഭാഗ്യശാലി ആത്മാവാണ്. എനിക്ക് പരമാത്മാവിൻ്റെ സ്നേഹം നിറഞ്ഞ പാലനയും കൂട്ടും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പരമാത്മാവിൻ്റെ സ്നേഹത്തിൽ ലീനമായിരിക്കുകയാണ്. കമ്പൈൻഡാണ്. ഭക്തിയിലെ ശിവപാർവതിയുടെ ഉദാഹരണം എൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ശിവബാബയുടെ കൂടെ സദാ ഞാൻ കമ്പൈൻഡ് സ്വരൂപത്തിലാണ്. എൻ്റെ ഓരോ വാക്കും ബാബയ്ക്ക് സമാനം വളരെ മധുരമാണ്, ശുഭഭാവന കൊണ്ട് നിറഞ്ഞതാണ്. എൻ്റെ വാക്കുകൾ വജ്രസമാനമാണ്. എൻ്റെ വാക്കുകൾ ഖജനാവാണ്. ജ്ഞാനത്തിൻ്റെ, യോഗത്തിൻ്റെ, സങ്കല്പത്തിൻ്റെ, ശക്തികളുടെ, ഗുണങ്ങളുടെ ഓരോ ഖജനാക്കളുടെ അക്കൗണ്ട് ദിവസവും ഞാൻ പരിശോധിക്കുന്നു. പരിശോധിച്ചതിന് ശേഷം ഞാൻ അതിനെ പരിവർത്തനപ്പെടുത്തുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കംപ്ലൈൻറ്റിൻ്റെ ഫയലിനെ സമാപ്തമാക്കി പരിശുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാസ് വിത്ത് ഓണറാകുന്ന ആത്മാവാണ് ഞാൻ. ഞാൻ ശ്രേഷ്ഠ ഭാഗ്യശാലി ആത്മാവാണ്. ബാബ എൻ്റെ സദാ കൂട്ടുകാരനാണ്. അതേപോലെ ഞാനും ആരെങ്ങനെയുള്ള സ്വഭാവക്കാരനായിക്കോട്ടെ, ആരുടെ കൂടെയും ചേർന്നു പോകാനുള്ള വിധിയെ സ്വായത്തമാക്കിയിരിക്കുകയാണ്. ആര് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, വീണ്ടും വീണ്ടും വിഘ്നമായി മുന്നിൽ വന്നാലും
ഞാൻ യുക്തിയുക്തമായി ശുഭഭാവന സ്വരൂപമായി മാറി. വേറിട്ടതും നിർമോഹിയുമായി മാറി. വിഘ്നങ്ങളിൽ നിന്നും വ്യർത്ഥത്തിൽ നിന്നും ഉപരിയായിക്കൊണ്ടിരിക്കുകയാണ്. ആര് പരിവർത്തനപ്പെട്ടാലും പെട്ടില്ലെങ്കിലും മറ്റുള്ളവരെ നോക്കുന്നതിന് പകരം സ്വപരിവർത്തനം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുർവാശിയുടെ ചക്രത്തിൽ നിന്നും മുക്തമായി കൊണ്ടിരിക്കുകയാണ്. വ്യർത്ഥത്തിൻ്റെയും വിഘ്നങ്ങളുടെയും സൂക്ഷ്മ രൂപത്തിലുള്ള ചരടിൻ്റെ മോഹത്തിൽ നിന്നും ഞാൻ മുക്തമായി കൊണ്ടിരിക്കുകയാണ്. ഒരു ദൃശ്യം എൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വട്ടം, അതിനുള്ളിൽ ഞാൻ നിൽക്കുകയാണ്. ആരെല്ലാം എൻ്റെ ജീവിതത്തിൽ സംബന്ധ സമ്പർക്കത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു, അവരെല്ലാം ആ വട്ടത്തിൽ നിൽക്കുകയാണ്. സംബന്ധ സമ്പർക്കമാകുന്ന ചരടിലൂടെ ഞാൻ എല്ലാവരുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ചിലരുടെ ചരട് മുള്ളുപോലെയും ചിലരുടേത് ഭാരമുള്ളതും ചിലരുടേത് നല്ല ചൂടുള്ള ചരടായും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ട ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. വട്ടത്തിനുള്ളിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ മുകളിൽ ശിവബാബ പ്രത്യക്ഷമായിരിക്കുകയാണ്. ബാബയിൽ നിന്നും അമൃതിന് സമാനം സ്നേഹം നിറഞ്ഞ ശീതള പ്രകാശം എന്നിൽ പതിയുകയാണ്. എന്നിൽ നിറഞ്ഞ് ഈ ശീതള കിരണങ്ങൾ എൻ്റെ സർവ സംബന്ധ സമ്പർക്കമാകുന്ന ചരടുകളിൽ വ്യാപിക്കുകയാണ്. ആ ദിവ്യപ്രകാശം വട്ടത്തിൽ നിൽക്കുന്ന സർവ ആത്മാക്കളിലും പതിയുകയാണ്. കണ്ടുകൊണ്ടിരിക്കെ ഈ മുഴുവൻ ചരടിലും എവിടെയെല്ലാം മുള്ളുകളുണ്ടോ അതെല്ലാം അപ്രത്യക്ഷമാക്കുകയാണ്. ഭാരമുള്ളത് ഭാരമില്ലാത്തതായി തീരുകയാണ്. നല്ല ചൂടുള്ളത് ശീതളമായി തീരുകയാണ്. സുന്ദരവും സുഗന്ധവുമുള്ള നിർമ്മലമായ പൂക്കൾ വർഷം പോലെ അത് മുഴുവൻ വട്ടത്തിലും പതിയുകയാണ്. എൻ്റെ ഓരോ ആത്മാവിനെ പ്രതിയുള്ള സംബന്ധം സുഖദായിയും ശീതളവും ശാന്തവുമായി തീരുകയാണ്. ഇപ്പോൾ ഞാൻ സൂക്ഷ്മബന്ധനത്തിൻ്റെ സൂക്ഷ്മ ചരടിൽ നിന്നും മുക്തമായി കൊണ്ടിരിക്കുകയാണ്. പാസ് വിത്ത് ഓണറായി കൊണ്ടിരിക്കുകയാണ്. അശരീരിയായി മാറി ബാബയുടെ അടുത്തേക്ക് ഞാൻ പറന്നുയരുകയാണ്. ഞാൻ പതുക്കെ ബാബയുടെ സ്നേഹത്തിൽ ലീനമാകുകയാണ്. ഓം ശാന്തി.